ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ എല്ലാ വീടുകളിലും പൂച്ചകൾ കയറി വരാറുണ്ട്. അത് വല്ലപ്പോഴും ഒക്കെ പിന്നെ നമ്മളതിനെയൊക്കെ ഓടിച്ചു വിടാറുണ്ട് ശല്യങ്ങൾ കാരണമായിട്ട്. പക്ഷേങ്കിൽ നിത്യവും പൂച്ചയുടെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കും. നിരന്തരം മാറാതെ നമ്മുടെ വീടിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പൂച്ചകളുണ്ട്. ഇങ്ങനെ നമുക്ക് ശല്യം പോലും തോന്നത്തക്കവണ്ണം തന്നെ എത്ര ഓടിച്ചാലും പിന്നെയും നമ്മുടെ വീടുകളിൽ വന്ന് കയറി നമ്മളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെയുള്ള പൂച്ചകളാണെന്നുണ്ടെങ്കിൽ ഒരു സൂചനയായിട്ട് നമ്മുടെ വീട്ടിൽ കയറി വരുന്നതാണ്. പിന്നെ ഇത് ഒരുപാട് ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീ ഈ വീട്ടിലുണ്ടായിരിക്കും. ഒരുപാട് മനോവിഷമവും മനോദുഃഖവും അനുഭവിക്കുന്ന ഒരു സ്ത്രീ ഇവിടെ ഈ വീട്ടിലുണ്ടായിരിക്കും. അവരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ കണ്ട് ദൈവമായിട്ട് വിടുന്ന പോലുള്ളതാണ്. ഒരു സൂചന പോലാണ് ഈ പൂച്ച കയറി വരുന്നത്. ഒരുപാട് ആകർഷണത്വമുള്ള വ്യക്തിയായിരിക്കും ഇവർക്ക് അടിക്കടി ഓരോരോ പ്രയാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോ മനോവിഷമങ്ങൾ ഇങ്ങനെ അവർക്ക് വന്നുകൊണ്ടിരിക്കും. എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മനസ്സിന് ഉടമയായിരിക്കും എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുകയൊക്കെ ചെയ്യും. ധനപരമായിട്ടൊക്കെ അവർക്ക് നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാകും. പക്ഷെങ്കിലാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുമായിരിക്കും ഒരുപാട് നിർമ്മലമായിട്ടുള്ള മനസ്സുള്ള വ്യക്തികളായിരിക്കും എല്ലാവരെയും അവർ സ്നേഹിക്കപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ അവർക്ക് തിരിച്ചൊരു സ്നേഹവും കിട്ടാറില്ല. പൂച്ചയുടെ പോലുള്ള നിർമ്മലമായിട്ടുള്ള പാവമായിട്ടുള്ള മനുഷ്യരായിരിക്കും അവർ. പക്ഷേങ്കിലുണ്ടല്ലോ അവർക്ക് തിരിച്ച് ഒരു കാരണത്താലും ഒരു സന്തോഷവും അവർക്ക് തിരിച്ച് കിട്ടാറില്ല. ആയതിനാൽ ഇങ്ങനെയുള്ള ജീവജാലങ്ങളെയൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവരെ ഒരുപാട് നിങ്ങളെ വളർത്തുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും. അതിൽ കൂടെ അവർ സന്തോഷം കണ്ടെത്തുന്ന വ്യക്തികളായിരിക്കും. അല്ലാതെ പുറത്തു നിന്ന് അവർക്കൊരു സന്തോഷവും കിട്ടാറില്ല. എല്ലാവരും സഹായിക്കാനുള്ള മനസ്സും എല്ലാം ചെയ്യുന്നുണ്ട്. സഹായിക്കാനുള്ള നല്ല മനസ്സും എല്ലാം ഉണ്ട്. നല്ല വ്യക്തിത്വമുള്ള വ്യക്തികളും ആയിരിക്കും ഇവർ. തികഞ്ഞ ഈശ്വരവിശ്വാസികളായിരിക്കും. ഒരു അന്ധവിശ്വാസമൊന്നും ഇല്ലാത്ത വ്യക്തികളായിരിക്കും. അതുകൊണ്ടുണ്ടല്ലോ ഇവർക്ക് എന്തു വലിയ പ്രശ്നങ്ങൾ വന്നാലും അത് തരണം ചെയ്തു പോകാനുള്ള ഈശ്വരകടാക്ഷങ്ങളും ഒക്കെ അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഈശ്വരൻ്റെ സാന്നിധ്യം അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അവർ എല്ലാ കാര്യങ്ങളും മുടക്കം കൂടാതെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ടായിരിക്കും ഈ വ്യക്തികളുടേത്. നല്ല ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരായിരിക്കും ഈ കൂട്ടർ. അതുപോലെ തന്നെ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ നല്ല കാര്യപ്രാപ്തിയുള്ള വ്യക്തികളുമായിരിക്കും ഇവർ. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല ആത്മവിശ്വാസമൊക്കെ പകർന്നു കൊടുക്കുന്ന വ്യക്തികളുമായിരിക്കും ഇവർ. ഇങ്ങനെയുള്ള ജീവജാലങ്ങളെ വളർത്തുന്നതിലൂടെ നമ്മൾക്ക് വരുന്ന ദോഷങ്ങൾ അവരിലൂടെ മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഇതുങ്ങളെ അന്നം കൊടുത്ത് പരിപാലിച്ച് സംരക്ഷിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അന്നത്തിനും ബുദ്ധിമുട്ട് വരികയില്ലെന്ന് പറയപ്പെടുന്നുണ്ട് ഇങ്ങനെ. അതുപോലെ നമ്മുടെ ഈ പൂച്ച എന്ന് പറയുന്ന ഒരുപാട് ഐശ്വര്യമുള്ള ഒരു ജീവിയാണ്. അതെന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ അത് കയറി വരണം. അല്ലാതെ നമ്മൾ കൊണ്ട് വളർത്തുന്നില്ലല്ലോ. സ്വന്തമായിട്ട് കയറി വരുന്ന പൂച്ചയെ ഭയങ്കര ഐശ്വര്യപ്രദമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലാണെന്നുണ്ടെങ്കിൽ പൂച്ച പ്രസവിക്കുക ഒക്കെ നമ്മൾ കാണാതെ ചിലപ്പം ഇങ്ങനെയൊക്കെ പ്രസവിക്കുകയൊക്കെ ചെയ്യും. വേറെ വീടുകളിൽ നിന്ന് വന്നാണെങ്കിലും ചിലതൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് അതൊക്കെ ഭയങ്കര ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. പൂച്ചയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മരക്ഷസാണെന്നാണ് പറയുന്നത്. പൂച്ചയെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒന്നും ഉപദ്രവിക്കാനൊന്നും പാടില്ലെന്നാണ് പറയുന്നത്. അതിനെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ബ്രഹ്മരക്ഷസാന്ന് പറയപ്പെടുന്നു പൂച്ചയെന്ന് പറയുന്നത്. ഈ ജീവിക്ക് നമ്മൾ അന്നവും വെള്ളം കൊടുക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടും മാറി നമുക്ക് അന്നത്തിനുള്ള വക എവിടെയെങ്കിലും കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അത്രയ്ക്ക് ഐശ്വര്യമുള്ളതാണ് ഈ പൂച്ചയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നായയെപ്പോലല്ല. നായ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കാലം കയറി വരുവാന്നാണ് പറയുന്നത്. നായ ഒരിക്കലും നമ്മുടെ വീട്ടിൽ കയറി വരാൻ പാടില്ലെന്ന് പറയുന്നത്. അതിനെ പുറത്തൂടെ പോകുന്ന നായ്ക്ക് കൊണ്ട് ആഹാരവും കൊടുക്കരുതെന്നാണ് പറയുന്നത്. അങ്ങനെ അത് കാലനാന്നാണ് പറയുന്നത്. പക്ഷേ ഈ പൂച്ചയെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും നമുക്ക് ഗുണങ്ങൾ കൊണ്ട് തരുന്നതാണ്. ഐശ്വര്യമേ ഉണ്ടാകത്തുള്ളൂ. അതിനെ നമ്മൾ എടുത്തു വളർത്തുകയാണെങ്കിലും ശരി, അത് വന്നു കയറുകയാണെങ്കിലും ശരി, ഏറ്റവും ഐശ്വര്യപ്രദം വന്നു കയറുന്നതാണ്. നമ്മൾ എടുത്തു വളർത്തിയാലും ഏറ്റവും പുണ്യമാണെന്നാണ് പറയുന്നത്. പൂച്ചയെ വളർത്തുന്നത് അത് നമുക്ക് മേൽഗതിയേ ഉണ്ടാകത്തുള്ളൂ. നമ്മളെ ഒരിക്കലും താഴോട്ട് നമുക്ക് പോകത്തില്ല. അത്രയ്ക്ക് ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു ജീവിയാണ് ഈ പൂച്ചയെന്ന് പറയുന്നത്. ഇത് അന്ധവിശ്വാസമൊന്നുമല്ലേ. ആരും അന്ധവിശ്വാസം പറയുമെന്ന് പറയരുത്. ഇതൊരു വിശ്വാസത്തിൻ്റെ കാര്യമാണ്. എല്ലാവർക്കും ഇതൊക്കെ അനുഭവങ്ങളുണ്ടായിരിക്കും. മിക്കവരും ഒക്കെ വളർത്തുന്നുണ്ട് പൂച്ചയെ. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ. എല്ലാവർക്കും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു.